ഹായ്, ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന സ്റ്റോറിയുടെ ബേസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ സക്സസോ ഫെയിലിയറോ അതിന് നമ്മുടെ ലൈഫിൽ നമ്മൾ ആരുടെ കൂടെയാണോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൻ്റെ കൂടെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ നന്നായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലൈഫിൽ ആ ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ സ്ലോലി ആ ഗ്രോത്തിലേക്ക് വരികയും ചെയ്യും. അതേസമയം നമ്മൾ നെഗറ്റീവായിട്ടുള്ളൊരു ഗ്യാങ്ങിൻ്റെ കൂടെയാണ് നമ്മുടെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് കൊളീഗ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചൈൽഡ്ഹുഡ് മുതൽ നമ്മുടെ കൂടെ വളർന്നു വന്നിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഒരു നെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലൈഫിൻ്റെ ആവറേജും നമ്മുടെ തോട്ട്സും നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡും എല്ലാം ആ ഒരു ഗ്രൂപ്പിൻ്റെ ആവറേജ് തോട്ടിനനുസരിച്ചിരിക്കും. അത് നെഗറ്റീവ് ലെവലിൽ നിൽക്കും. ഞാൻ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ ഫാമിലി അല്ല, ഫാമിലി ടൈമിൻ്റെ പുറത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. അതായത് നമ്മൾ ഓഫീസ് അവർ കഴിഞ്ഞ് നമ്മുടെ ഫാമിലി ടൈമും ഇത് രണ്ടും കൂടാതെ നമ്മൾ സാധാരണ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈം ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ്, ഓഫീസ് അവറിന് പുറത്ത് ഉള്ള കൊളീഗ്സ്, അങ്ങനെയുള്ളവരുടെ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ അവരുടെ തോട്ടിൻ്റെ ഒരു ആവറേജ് ലെവലിലായിരിക്കും നമ്മുടെയും തോട്ടും നമ്മുടെ വിഷനും എല്ലാം നിൽക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ സ്റ്റോറി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സ്റ്റോറി ഇങ്ങനെയാണ്. ഒരു പയ്യൻ, അവൻ്റെ ഒരു 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ഒരു മിഡ് ലെവൽ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ തോട്ട ലെവലിലായിരുന്നു. പക്ഷേ അവൻ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഇതിൽ നിന്ന് ചെറുതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ചെറിയ ഗ്രൂപ്പിനെ ചെറുതായിട്ട് അവൻ സ്ട്രക്ചർ ചെയ്യാൻ തുടങ്ങി. അന്നേരം അവൻ്റെ ലൈഫിലുണ്ടായ ഗ്രോത്താണ് ഈ സ്റ്റോറിയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് കിടക്കാം. ഈ സ്റ്റോറി രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ സ്കൂളിൽ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു, നല്ല രീതിയിൽ വരയ്ക്കുമായിരുന്നു, നന്നായിട്ട് വായിക്കുമായിരുന്നു. അവൻ്റെ സ്കൂളിൽ വെച്ച് തന്നെ അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരനാവണം, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങണം, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പക്ഷേ അവൻ പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയത് ഒരു പ്രിൻറ്റിങ് പ്രസ്സിലാണ്. പ്രിൻറ്റിങ്, ഫ്ലെക്സ്, വിസിറ്റിംഗ് കാർഡ്സ് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്സിൽ അവൻ ജോലിക്ക് കയറി. അവൻ അവിടുത്തെ ഓളിനോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അവൻ അത്യാവശ്യം ജീവിക്കാനുള്ള നല്ല രീതിയിൽ സാലറി കിട്ടുന്നുണ്ടായിരുന്നു. അത് കാരണം അവൻ്റെ ലൈഫ് അവിടെ ഒരു മിഡ് ലെവലിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അവൻ്റെ പക്ഷേ എന്നും അവൻ്റെ ഉള്ളിലൊരു ഭാരമുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എന്നും വൈകുന്നേരം അവൻ ജോലി കഴിഞ്ഞ് അവൻ കൂടുന്ന ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഒരു 4 ഫ്രണ്ട്സ് അവൻ്റെ കൂടെ ചെറുപ്പം തൊട്ട് വളർന്നു വന്ന 4 ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും മിടുക്കന്മാരാണ്, എല്ലാവരും പരസ്പരം സഹായികളാണ്, എല്ലാവരും ഇവനെ നല്ലൊരു സഹായിക്കും, അവനെ അങ്ങോട്ട് സഹായിക്കും. പക്ഷേ എന്നും വൈകുന്നേരം എല്ലാം മിഡ് ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് എല്ലാവരും അവർ ഈവനിങ് ടൈമിൽ അവർ കൂടുതൽ സംസാരിക്കുന്നത് പുതിയ ഇറങ്ങിയ സിനിമയെക്കുറിച്ച് സംസാരിക്കും, ഫുട്ബോൾ മാച്ചിനെ കുറിച്ച് സംസാരിക്കും, ഇവരോരോ ജോലി സ്ഥലങ്ങളിലുള്ള ഓരോ ഇന്റേണൽ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ അവരുടെ ബോസിൻ്റെ കുറ്റം, അല്ലെങ്കിൽ നാട്ടിലുള്ള കുറ്റം, ഗവൺമെൻറ്റിൻ്റെ കുറ്റം, ഇങ്ങനെ ഒരു മിഡ് ലെവൽ ടോക്കായിരുന്നു എന്ന് വൈകുന്നേരം അവൻ ആ ഫ്രണ്ട്സിനോട് നടത്തിക്കൊണ്ടിരുന്നത്. ഏകദേശം എല്ലാ ദിവസവും 1.5 to 2 മണിക്കൂറോളം അവർ ആ കഫേയുടെ ചുറ്റുവട്ടത്തുമായിട്ട് നിന്ന് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചെല്ലാവരും വീട്ടിലേക്ക് പോയിരുന്നത്. അപ്പോൾ ഇവൻ നോക്കുമ്പോൾ അതൊരു നല്ലൊരു ഗ്രൂപ്പാണ്. ഇവനൊരു മൈൻഡിന് റീഫ്രഷ്മെൻറ്റ് കിട്ടുന്നു. അവർ നല്ലൊരു പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു, പരസ്പരം കമൻറ്റുകൾ അടിക്കുന്നു, ജോക്സ് അടിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു ഗ്രൂപ്പായിരുന്നു എന്നും ആ ഒരു ഗ്രൂപ്പ്. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഇവൻ ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് വരുന്നു, ഈ ഒരു ഗ്രൂപ്പിനോട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു. ആ ഒരു ലൈഫ് റൊട്ടീൻ ആണ് കഴിഞ്ഞൊരു 2-3 കൊല്ലമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ അവൻ ഏകദേശം ഒരു 27 വയസ്സോളമായി. അവൻ സീരിയസ് ആയിട്ട് കരിയറിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അവനൊരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവനെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഈ ഗ്രൂപ്പിൻ്റെ കൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാദ്യം ഫ്രണ്ട്സ് എല്ലാവരും ചുമ്മാ തമാശയെ കളിയാക്കും. അവിടെ മോട്ടിവേഷൻ നടക്കത്തില്ല, അവിടെ തന്നെ അത് ബ്ലോക്ക് ആവും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവൻ്റെ പ്രസ്സിലേക്ക് ഒരു എബൌട്ട് 50+ ഏജുള്ള ഒരു കണ്ടാൽ തന്നെ ഒരു വെൽ ലുക്കിങ്ങും ഭയങ്കര ഒരു കോൺഫിഡൻറ്റ് മൈൻഡായിട്ടുള്ള ഒരാൾ കടന്നു വരുവാണ്. അയാൾക്ക് ഈ അടുത്ത വീക്കിലൊരു ബിസിനസ് ഇവൻറ്റ് നടക്കുന്നുണ്ട്. ആ ഇവൻറ്റിന് വേണ്ടി ഒരു 500 പീസ് ബിസിനസ് കാർഡ് പ്രിൻറ്റ് ചെയ്യണം. അത് പ്രിൻറ്റ് ചെയ്യിക്കാനാണ് ഇവൻ്റെ ഓഫീസിലേക്ക് വന്നത്. അപ്പോൾ ഇവൻ്റെ ഓഫീസിലേക്ക് വന്നു. ഇവൻ്റെ മാനേജർ ഇവനോട് ആ വർക്ക് ചെയ്യാൻ പറയുന്നു. ഇവൻ അയാളുടെ ബിസിനസ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ടെംപ്ലേറ്റ്സിൽ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഫോൺസൊക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ നല്ല കാർഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് വന്നപ്പോൾ ആ വന്നയാൾ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു കഴിവുണ്ട് ഡിസൈനിൽ,
ഇത് നിങ്ങൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഡിസൈനിങ് ഇനി കഴിവൊന്നുണ്ടായിട്ടൊന്നുമല്ല, ഇത് സാധാ ടെംപ്ലേറ്റ് ആണ്, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൈസും ഫോണ്ടും ലേഔട്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തോളൂ, അല്ല ഞാൻ കൂടുതലൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചുമ്മാ ഒരാളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നീറ്റായിട്ട് ഈ കാർഡ് വരത്തില്ല, നിങ്ങൾക്ക് ഇതിൽ കഴിവുള്ളതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴാണോ ചിന്തിക്കുന്നത്, ചെറുപ്പത്തിൽ അവൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു, നന്നായിട്ട് ആർട്ട്പരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, പിന്നെ ഇതെല്ലാം വിട്ടുപോയി, ആ ഒരു ജോലിയിലേക്ക് കയറി ആ ഒരു ലൈഫ് അങ്ങനെയായിട്ട് വിട്ടുപോയതുകൊണ്ടാണ്. ഇവനപ്പോൾ ഇത് അന്ന് വൈകുന്നേരം ഇവൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് ഡിസൈനിങ് കഴിവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി, അയാൾ ഇതിനെ പറ്റിച്ചാണ്, നീ വെറുതെ എല്ലാവരും പറഞ്ഞു കേട്ട് എന്തിനാണ് മണ്ടനാവണേ എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഭയങ്കരമായിട്ട് അവരോട് വെച്ച് ഡിമോട്ടിവേറ്റ് ചെയ്തു. ഇവൻ അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ഓർത്ത് അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഓക്കെ, അന്ന് വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ആ ബിസിനസ്സുകാരൻ അയാളുടെ കാർഡ് ഇവൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞിരുന്നു, ഈ സൺഡേ ഫ്രീ ആണെങ്കിൽ ഞാനിവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ചെറിയ ബിസിനസ്സുകൾക്ക് വേണ്ടി ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് സാധനം കൊടുക്കുന്നത്, അവിടെ പല ആൾക്കാരും വരാറുണ്ട്, ഇത് പെയ്ഡ് ഇതാണ്, പക്ഷേ നീ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്തോളൂ, എൻ്റെ കാർഡ് കാണിച്ചാൽ മതി, എൻട്രി പോയിന്റിൽ നിനക്ക് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ്റെ ഒരു ബിസിനസ് കാർഡ് കൊടുത്തിരുന്നു അയാൾ. അപ്പോൾ ഇവൻ വൈകുന്നേരം വീട്ടിൽ വന്നു. ഇന്നേരം ഇവൻ്റെ മൈൻഡിൽ ചിന്തയുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഡിസൈനിങ് പഠിച്ചുകൂടാ, എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് ആ ചിന്ത എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ഫ്രണ്ട്സ് കളിയാക്കിയതും അതൊക്കെ ഓർത്തിട്ട് ഇവൻ അതെല്ലാം ഇങ്ങനെ വേണ്ടെന്ന് വെച്ചു. പിന്നെയും 1-2 ദിവസം കടന്നുപോയി. അപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, ഇവന് ചെയ്യാൻ കഴിവുണ്ട്. പിന്നെയാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ച്, അവൻ എല്ലാ കസ്റ്റമേഴ്സിനും കാർഡ് അവൻ പ്രിന്റ് ചെയ്യുമ്പോൾ അവൻ കുറേ എഫേർട്ട് എടുത്ത് കൃത്യമായിട്ട് ശരിയാക്കി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അവന് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി. അവനപ്പോൾ വിചാരിച്ചു എന്തായാലും സൺഡേ ഈ പ്രോഗ്രാമിന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അവനങ്ങനെ ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തു ചെയ്യാൻ പോകുന്നു. അവൻ ആ ടേബിളിൻ്റെ ആ ഹാളിൻ്റെ ഏറ്റവും ബാക്കിലത്തെ സീറ്റിൽ പോയി ഇരുന്നുവൻ. അപ്പോഴാണ് ഇവൻ കോളേജ് കഴിഞ്ഞ് പഠിച്ചിറങ്ങിയിട്ട് ഒരു ഇവൻറ്റ് തന്നെ അറ്റൻഡ് ചെയ്യണേ അന്നേരമാണ് ആദ്യമായിട്ട്. അന്നേരം നോക്കിയപ്പോൾ അവിടെ പല വന്നേക്കുന്ന ആൾക്കാരും ഇങ്ങനെ ഭയങ്കര മോട്ടിവേറ്റഡ് ആൾക്കാർ, ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ ആൾക്കാർ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്നതെല്ലാം എങ്ങനെയാണ് പുതിയൊരു കാര്യം സ്കില്ലുണ്ടാക്കാം, പുതിയ കാര്യം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെയൊക്കെ ഡിസ്കഷൻ നടക്കുന്നത്. അപ്പോൾ ഇവൻ്റെ മനസ്സിലൊരു ക്ലിയർ തോട്ടായി, ഓക്കെ ഇവൻ്റെ ഫ്രണ്ട്സുമായുള്ള തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നെഗറ്റീവാണ്, ചെയ്താൽ ശരിയാവത്തില്ല, ആ ബോസിൻ്റെ പ്രോബ്ലം അതെല്ലാമാണ് ഡിസ്കഷൻ നടക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്, പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം, പുതിയ ടെക്നോളജി എന്താണ്, പുതിയ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ അവനവിടെ നിന്ന് ഈ പ്രോഗ്രാമൊക്കെ കേട്ടു. ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന അയാൾ, ആ ഒരു ട്രെയിനർ, ഒരു 5 കസേര നിരത്തിയിട്ടിട്ട് അതിൻ്റെ നടുക്കോട്ട് ഒരാളോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വോളണ്ടിയറായിട്ട് അവിടെ കയറി ഇരുന്നിട്ട് അവരോട് പറഞ്ഞു, വേറൊരു 5 പേരോടും ചുറ്റും വന്നിരുന്നിട്ട് അവൻ പറഞ്ഞു ഇവരോട് ആ അപ്പോഴുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലംസും അവരുടെ ബിസിനസ്സിലുള്ള പ്രോബ്ലംസും എല്ലാം ഈ നടുക്ക് ഇരുന്ന ആളോട് പറയാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നിട്ട് ഈ ട്രെയിനർ ഈ നടുക്കിരുന്ന ആളോട് ചോദിച്ചു, നിങ്ങളുടെ ബിസിനസ് സക്സസ് ആവാൻ ചാൻസ് ഉണ്ടോ, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ ഒരു ഡിസ്കഷൻ പോയിന്റ്സ് എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നല്ലോ, പുള്ളിക്കൊന്നും കൃത്യമായിട്ടൊന്നും പറയാൻ നിങ്ങൾക്ക് പറ്റിയില്ല, എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെ ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തു. അതേ ആളെ വിളിച്ച് നടുക്കിരുത്തി വേറെ 5 പേരെ പിടിച്ച് ചുറ്റി വരുത്തി. എന്നിട്ട് അവരവരുടെ ബിസിനസ്സിൻ്റെ സക്സസ് സ്റ്റോറീസ് ഒക്കെ ഇവനോട് പറയുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും, പുതിയ ബിസിനസ് ഐഡിയാസ് എന്തൊക്കെയാണെന്ന് ഇവനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ പല കാര്യങ്ങളുടെയും മൈൻഡിൽ ഇങ്ങനെ തോട്ട് വന്നപ്പോൾ അതേ ചോദ്യം, നിങ്ങളുടെ ബിസിനസ്സിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് തോട്ട് പെട്ടെന്ന് ആ നടുക്കിരുന്ന ആൾ പറഞ്ഞു. അപ്പോൾ ആ ഗ്രൂപ്പിനോട് ആ ട്രെയിനർ പറഞ്ഞെങ്ങനെയാണ്, നമ്മുടെ ചുറ്റുമുള്ളവർ എന്ത് സംസാരിക്കുന്നോ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, പുതിയ ഐഡിയാസ് ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡും അതുപോലെ വർക്കാവും, അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവൻ്റെ മനസ്സിലും ആ കാര്യങ്ങളൊക്കെ എത്തി. കാരണം ഇവൻ ആ ഇവൻറ്റിന് വന്നപ്പോൾ അവിടെയുള്ളവർ പല പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും കാര്യങ്ങളൊക്കെ ഇവന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാം പക്ഷെ അവൻ്റെ ആ ഗ്രൂപ്പ്, അവൻ്റെ ആ ചെറുപ്പം തൊട്ട് അവൻ വളർന്നു വന്ന ആ ഗ്രൂപ്പ് അവിടെ ചെല്ലുമ്പോൾ എല്ലാം നെഗറ്റീവായിട്ട് അടിച്ചു പോവാണ്. ഓക്കെ, അന്ന് വൈകുന്നേരം ഇവൻ ഈ ട്രെയിനറിനോട് സംസാരിച്ചപ്പോൾ ട്രെയിനറും ഇതേ ചോദ്യം ചോദിച്ചു, നീ നിന്റെ ഗ്രൂപ്പിനെ ഉപേക്ഷിക്കൊന്നും വേണ്ട, പക്ഷേ അവരുടെ കൂടെ നീ സ്പെൻഡ് ചെയ്യുന്ന ടൈം നിനക്ക് കുറച്ച് സമയം നീ വേറെ എന്തെങ്കിലും പഠിക്കാനായിട്ട്, വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓവർ ദ ടൈം നിനക്കൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന്
അദ്ദേഹം ഇവനോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു തോട്ടിൻ്റെ പുറത്ത് ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട്, അവൻ്റെ വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ഗ്രാഫിക്സ് ഡിസൈനിങ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവനവിടെ പോയി ജോയിൻ ചെയ്തു. അവനവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൻ ഇച്ചിരി ഏജ്ഡ് ആയിരുന്നു, നേരത്തെ 27-28 വയസ്സായി. അവിടെ എല്ലാം പഠിക്കുന്നതെല്ലാം 18-19 വയസ്സുള്ള പിള്ളേരൊക്കെയാണ് പഠിക്കുന്നത്. പക്ഷേ ഇവന് അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവിടെയുള്ളവരൊക്കെ സംസാരിക്കുന്ന ഡെഡ് ലൈന്, പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അവിടെയുള്ളവർ സംസാരിക്കുന്നത്. പുതിയ ഗ്രാഫിക്സ് ഡിസൈൻ, പുതിയ സോഫ്റ്റ്വെയർസ്, പുതിയ ആപ്ലിക്കേഷൻസ്, പുതിയ ടൂൾസ് അതിൻ്റെ അകത്തുള്ള എന്തൊക്കെയുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെയുള്ളവരുടെ കൂടുതൽ സംസാരം നടക്കുന്നത്. അപ്പോൾ ഇവൻ അവരുടെ കൂടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി, ഗ്രാഫിക്സ് ഡിസൈനൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പഠിത്തം കഴിഞ്ഞിട്ടാണ് ഇവൻ പിന്നെ ഈ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ചെല്ലുന്നത്, ആ ഈവനിങ് ആ ടീം ഷോപ്പിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ ഇവൻ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ തുടങ്ങി, നീ ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു, നീ എന്താ ലേറ്റ് ആയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, ഞാനിപ്പോൾ ഒരു ഗ്രാഫിക്സ് ഡിസൈനിങ് കോഴ്സ് പഠിക്കുന്നുണ്ട്, അതിന് വേണ്ടി ക്ലാസ്സിന് പോയിട്ടാണ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയുമ്പോൾ ഫ്രണ്ട്സൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഓ, നീ ഇനിയിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോഴല്ലേ, ഇനി ഇത് ചെയ്ത് പഠിച്ചിട്ട് ഈ പ്രായത്തിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, നിനക്ക് ഇപ്പോൾ ഉള്ള ജോലിക്ക് എന്താണ് കുഴപ്പം, നല്ല രീതിയിൽ ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിനെ കളിയാക്കാനൊക്കെ അങ്ങനെ ഒരു കമൻറ്റൊക്കെ അടിച്ച് നിൽക്കാൻ തുടങ്ങി. പക്ഷേ ഇവൻ അതൊന്നും വകവയ്ക്കാതെ 1 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് അവൻ ആ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് കാർഡിൻ്റെ ലേഔട്ട് ഉണ്ടാക്കുന്നതെന്നും, എങ്ങനെയാണ് ലോഗോസ് ഉണ്ടാക്കുന്നതെന്നും, പിന്നെ എങ്ങനെയാണ് ഒരു മെനു കാർഡ് ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഫ്രീലാൻസ് ആയിട്ട് ഇവൻ ഇങ്ങനെ ആ സ്വന്തമായിട്ട് കുറച്ച് വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. അവൻ്റെ തന്നെ ഒരു വർക്കിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി സെറ്റാക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ അവനെ കളിയാക്കുന്നുണ്ട്. ഇവൻ ചെയ്യുന്ന വർക്കിന് ചുമ്മാ കുറ്റമല്ല പറയുന്നത്, തമാശയ്ക്കായിട്ടാണെങ്കിലും അവൻ ഭയങ്കര ഡിമോട്ടിവേറ്റ് ആവുന്നുണ്ട്. ഈ കൂടെ വർക്ക് ചെയ്യുന്നവർ ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലിംഗ് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്, മറ്റൊരുത്തൻ വേറൊരു വലിയൊരു ഗോഡൗണിൽ അവിടുത്തെ സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ വർക്കാണ് ഇവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവരിത് കാണുമ്പോൾ കളിയാക്കുന്നുണ്ടെങ്കിലും ഇവനിൽ വരുന്ന ആ ഒരു മാറ്റം, ആ ഗ്രോത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിലും പിന്നെ പയ്യെ സ്ലോലി ചിന്തിച്ചു തുടങ്ങി ഇവനെ പോലെ ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മറ്റേ ആ ട്രെയിനറിൻ്റെ അടുത്ത പ്രോഗ്രാമിന് പോയിട്ട് ഇവൻ ചെയ്ത വർക്കുകളുടെ പോർട്ട്ഫോളിയോ അവിടെ വന്ന ബിസിനസ്സുകാരിൽ വന്നവരും പലരും കാണിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അതിൽ ചിലവരൊക്കെ അവരുടെ കമ്പനിയുടെ ലോഗോ ഉണ്ടാക്കാനും അവരുടെ കമ്പനിയുടെ ബിസിനസ് കാർഡ് ഉണ്ടാക്കാനും ചെറിയ ചെറിയ വർക്കൊക്കെ അവന് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ അവന് പൈസ കിട്ടി തുടങ്ങി. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അവൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു വലിയൊരു ഹോട്ടലുകാർ അവരുടെ മെനു കാർഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ള വർക്ക് ഇവന് കൊടുത്തു. അത് അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ കൊടുത്തു. അപ്പോൾ ആ ഒരു വർക്ക് പെട്ടെന്ന് പല ഹോട്ടൽസേക്കും കാര്യങ്ങളൊക്കെ സ്പ്രെഡായി. അങ്ങനെ ഇവന് നല്ല രീതിയിൽ കുറച്ച് വർക്ക് കിട്ടി തുടങ്ങി. അപ്പോഴും ഇവൻ്റെ ഡേ ടൈമിൽ അവനവൻ ജോലി ചെയ്യും, ദിവസത്തിൽ 1 അവറോളം അവനവൻ്റെ ഫ്രീലാൻസിങ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അന്നേരം ഈ 1 അവർ കൊണ്ട് അവൻ ഉണ്ടാക്കുന്ന എമൗണ്ട് അവൻ്റെ ഡേ ജോബിൻ്റെ, അതായത് അവന് മാസം കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഏകദേശം പകുതിയോളം എമൗണ്ട് ഈ 1 അവറിൽ ജോലിക്ക് തന്നെ കിട്ടാൻ തുടങ്ങി. അതായത് അവൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് അങ്ങ് കൂടാൻ തുടങ്ങി. അതായത് ഇവനെ തേടി പല ആൾക്കാരും വർക്കിനൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ വർക്കിൻ്റെ വാല്യൂ അവന് മനസ്സിലായത്. അതായത് ദിവസം 8 അവേഴ്സ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നേക്കാളും എൻ്റെ പകുതിയോളം എമൗണ്ട് ഇവന് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണോണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ അവൻ ആ വർക്കിംഗ് അവേഴ്സ് ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ദിവസം 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യുന്നവർ അത് അരമണിക്കൂറോളം ആക്കി, 1.5 മണിക്കൂറോളം വർക്ക് ചെയ്യാനും 1/2 മണിക്കൂർ പഠിക്കാനും 1 മണിക്കൂർ വർക്ക് ചെയ്യാനും 1/2 മണിക്കൂർ പഠിക്കാനൊക്കെ ആക്കി. അന്നേരം അവൻ കൂടുതൽ വർക്കൊക്കെ കിട്ടി തുടങ്ങി. അവൻ്റെ ഇത് കണ്ട് എൻ്റെ ഫ്രണ്ട് മറ്റേ സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആ ഫ്രണ്ട് ചിന്തിച്ചു തുടങ്ങി, ഇനി പുള്ളിയാണെങ്കിലും ഗ്രോത്ത് ഉണ്ടാവണം, എന്തെങ്കിലും ചെയ്യണമെന്ന് പഠിച്ചു തുടങ്ങി. ബില്ലിംഗ് സെക്ഷനിൽ എന്നവൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അവനും ഒരു ചെറിയ ലെവലിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി. അവൻ അന്നേരം മറ്റേ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തവൻ അവനും അവിടുത്തെ ഇൻവെൻട്രി മാനേജ്മെൻറ്റും അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. അവനും പയ്യെ ഇവൻ്റെ സ്ലോ ലെവലിൽ അവനും ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. 1 മാസത്തോളം കഴിഞ്ഞപ്പോൾ മറ്റവൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചു. അവനും അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് വേറെ കമ്പനിയിലേക്ക് ജോലി കിട്ടി. അവൻ അത്രയും നാൾ അവൻ്റെ സൂപ്പർവൈസറിന് കുറ്റം പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. അവന് ജോലി കിട്ടി. ഇവനാണെങ്കിൽ ഈ 1 മണിക്കൂർ വർക്ക് നിന്ന് മാറ്റി 2-3 മണിക്കൂറിലേക്ക് വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഈ വൈകുന്നേരം ഈവനിങ്ങിൽ എല്ലാ ദിവസവും അവർ ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ആഴ്ച 2 ദിവസം എന്നുള്ള രീതിയിലേക്ക് ആയിരിക്കും അവർ ജോയിൻ ചെയ്യുന്നത്. അവൻ്റെ ഫ്രണ്ട്സും അതുപോലെയൊക്കെ തന്നെ ആഴ്ചയിൽ 2 ദിവസം ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നു. അവരവരുടെ കാര്യങ്ങളിലേക്ക് നടക്കുന്നു. ഇവൻ 2 മാസം 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഏൺ ചെയ്യുന്ന എമൗണ്ട് ഇവൻ്റെ മന്ത്ലി സാലറിക്ക് തുല്യമായി തുടങ്ങി. അന്നേരം അവനത് ഫുൾ ടൈം ജോബിലേക്ക് മാറാൻ തുടങ്ങി. ഈ വീക്കെൻഡ്സും ഈവനിങ്സും വർക്ക് മാറ്റിയിട്ട് ഫുൾ ടൈം മാറാൻ തുടങ്ങി. അവന് ചെറിയൊരു ഷോപ്പൊക്കെ തുടങ്ങി. അവിടെ അവനെ തേടി പല വർക്കും വരാൻ തുടങ്ങി. ഇവനിങ്ങനത്തെ ഓരോ പല ബിസിനസ് ഇവൻറ്റുകളിലും പോയി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ കോൺടാക്ട്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് പല റെഫറൽ വർക്കുകൾ കിട്ടി തുടങ്ങി. അവനങ്ങനെ അവൻ്റെ ലൈഫിൽ അവനൊരു 3 മാസം കൊണ്ട് ഒരു പ്രിൻറ്റിങ് ഷോപ്പിലെ സാധാ ജോലിക്കാരൻ നിലയിൽ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഷോപ്പിൻ്റെ ഓണറായി മാറി. നല്ലൊരു വെൽ എസ്റ്റാബ്ലിഷായി അവൻ്റെ നാട്ടിൽ നിന്നും പല ബിസിനസ്സുകാരും അവനെ തേടി വർക്കിന് വരാൻ തുടങ്ങി. ഓൺലൈനിലും ഓഫ്ലൈനിലായിട്ട് അത് നല്ല രീതിയിൽ വർക്ക് കിട്ടി. അവനങ്ങനെ ഒരു
നല്ലൊരു അറിയപ്പെടുന്ന ഒരു ഗ്രാഫിക് ഡിസൈനറായി മാറി. അതിപ്പോൾ അന്നേരം ഇവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പയ്യ സ്ലോ ലെവലിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അവരും ഇങ്ങനെ അവരുടെ കരിയറിൽ ഒരു ഡെവലപ്പ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറിയുടെ ബേസ് ഇതാണ്. നമ്മൾ ഏത് ഗ്രൂപ്പിൽ നിൽക്കുന്നോ ആ ഗ്രൂപ്പിൻ്റെ ടോട്ടലി ഇൻഫ്ലുവൻസ് നമ്മുടെ കരിയർ ഗ്രോത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മിഡ് ലെവൽ ഗ്രൂപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഹൈ ലെവലായിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പിനെ നമുക്ക് എന്തെങ്കിലും വഴിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവരോട് അപ്രോച്ച് ചെയ്ത് അവരുടെ തോട്ട്സിൻ്റെ ലെവലുമായിട്ട് നമ്മൾ ഉയർത്താൻ സാധിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ തോട്ടും ഇമ്പ്രൂവ് ആവുകയും നമ്മുടെ ലൈഫ് തന്നെ ആ ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്തും വരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇങ്ങനത്തെ സ്റ്റോറീസ് താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ.